മാതൃദേവോ ഭവ. അദ്വൈതാമതി വർഷിണിയാണ് അമ്മ എന്നാണ് ഭഗവത്ഗീത നമ്മളോട് പറയുന്നത്. ഈ അദ്വൈതം എപ്പോഴാണ് ഒരമ്മയുടെ ഉള്ളിലേക്ക് കിടക്കുന്നത്? കൊച്ചു കുട്ടിക്കാലത്ത് നിഷ്കളങ്കയായൊരു ബാലിക, അവളുടെ സ്വഭാവം ഏകദേശമൊക്കെ ഒരു അദ്വൈതത്തിന്റെ ഭാവത്തിലാണ്. അവർക്ക് എല്ലാവരോടും സ്നേഹമാണ്, എല്ലാവരോടും സ്നേഹപൂർവ്വം പെരുമാറാനൊക്കെ അറിയാം. നിഷ്കളങ്കമായിട്ടുള്ള നല്ല കൊച്ചുകുട്ടികൾ. അത് കഴിഞ്ഞ് പതുക്കെ പതുക്കെ അവളിൽ തന്നെ ബോധവതിയാവുകയാണ്. എൻ്റെ സൗന്ദര്യം, എൻ്റെ നടപ്പ്, എൻ്റെ ഭാവം, എൻ്റെ പഠിത്തം, അങ്ങനെ കുറച്ച് എൻ്റെ ലോകം വേറെ എന്നുള്ളൊരു ദ്വൈതഭാവത്തിലേക്ക് അവൾ കിടക്കും. അത് കഴിഞ്ഞിട്ട് വിവാഹം കഴിക്കുന്നതോടുകൂടി ആ ദ്വൈതം പതുക്കെ മാറി ഭർത്താവിനെയും കൂടി ഉൾക്കൊള്ളിക്കുന്നതായിട്ടുള്ള ഒരു ഭാവത്തിലേക്ക് കിടക്കും. അതാണ് പാതിവൃത്യത്തിൻ്റെയൊക്കെ നമ്മൾ പറഞ്ഞു വരുന്നത്. പക്ഷേ അവിടുന്നും കടന്നൊരു സ്റ്റേജ് ഉണ്ട് ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ. അവൾ മാതാവാകാൻ പോവുകയാണ്. ഭ്രൂണം അവളുടെ ഉള്ളിൽ വളർന്നു തുടങ്ങുന്നു. ഭ്രൂണത്തിൻ്റെ സ്പന്ദനം അവൾക്ക് മനസ്സിലാകാൻ തുടങ്ങുന്നു. ആ സ്പന്ദനവും തൻ്റെ സ്പന്ദനവുമായിട്ടുള്ള താതാത്മ്യം എന്തെന്നില്ലാത്തൊരു ആനന്ദത്തിലേക്ക്, താതാത്മ്യഭാവത്തിലേക്ക്, ഏകാത്മഭാവത്തിലേക്ക് അവളെ നയിക്കുകയാണ്. അവിടുന്നാണ് മാതൃത്വം മഹത്തായിരിക്കുന്ന ഒരു പ്രക്രിയയായിട്ട് മാറുന്നത്. ആ മാതൃത്വത്തിനെ ശരിക്കും ഉൾക്കൊള്ളാൻ സാധിച്ചു എന്നുണ്ടെങ്കിൽ അത് അവളുടെ സ്ഥായിയായ സ്വഭാവമായിട്ട് അവൾക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. എല്ലാവരെയും, കുട്ടികളെയൊക്കെ എവിടെ കാണുമ്പോഴും, ഒരു അമ്മയ്ക്ക് കുട്ടികളെ എവിടെ കണ്ടാലും തൻ്റെ കുട്ടിയായിരിക്കണമെന്നില്ല, കുട്ടികളെ കാണുമ്പോഴൊക്കെ ഒരു സ്നേഹം. അതേമാതിരി ഒരു പൂച്ചയും പൂച്ചക്കുഞ്ഞും, അല്ലെങ്കിൽ ഒരു പട്ടിയും പട്ടിക്കുഞ്ഞും, എവിടെയെല്ലാം ഈ മാതൃഭാവം കാണുന്നുവോ അവിടെയെല്ലാം ആ മനസ്സ് അലിയാണ്. എന്താണെന്ന് വെച്ചാൽ അവൾ മനസ്സിലാക്കുകയാണ് മാതൃഭാവത്തിന്റെ അദ്വൈത ഉന്നതിയെ പറ്റി. മനസ്സിലാക്കുമ്പോൾ ആ ആനന്ദം അവളെ എല്ലാത്തിലും കാണാൻ തുടങ്ങിയാണ്. പതുക്കെ പതുക്കെ പ്രകൃതിയിലും അത് നിഴലിച്ച് കാണുന്നു. ഒരു വിത്ത് ചെടിയായി, പൂവായി, കായായി ഒക്കെ വരുന്നതെല്ലാം എല്ലാ ദിക്കിലും ഈ ഏകമായ സത്യം വളർന്ന് വികസിക്കുന്നതായിട്ടാണ് അവൾ കാണുന്നത്. അങ്ങനെയുള്ള ആ ഒരു ബോധമാണ് മാതൃത്വത്തിനെ ഇത്രയും മഹത്തായിരിക്കുന്ന ഒരു പ്രക്രിയയായി മാറുന്നത്. ഒരു പുരുഷന് ഇത് ഇത്ര എളുപ്പത്തിൽ സാധ്യമല്ല. ഈ ഗർഭധാരണം എന്നുള്ള ആ പ്രക്രിയയിൽ കൂടി ഏകാത്മഭാവത്തിന്റെ അത്യത്ഭുതമായിരിക്കുന്ന ഒരു ഭാവം ഒരു അമ്മയ്ക്ക് ലഭ്യമാകുന്നു. ഞാൻ, എനിക്ക് എന്നുള്ളതിനെയെല്ലാം മറന്ന് അവൾ സ്വയം മറ്റുള്ളവരിൽ, മക്കളില് അല്ലെങ്കിൽ ചുറ്റുമുള്ളവരിൽ എല്ലാം കാണാനായിട്ട് പഠിക്കുന്നു. അതാണ് അത്യുന്നതമായ ആ മാതൃഭാവം. അത് ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ വീടുകളിലുള്ള എല്ലാ സ്ത്രീകളിലും ഇങ്ങനെയുള്ള ഒരു മാതൃത്വം നമുക്ക് വളർത്തിയെടുക്കാൻ സാധിച്ചാൽ ആ കുടുംബത്തിന്റെ സ്ഥിതി എന്താണ്? പണ്ട് കൂട്ടുകുടുംബങ്ങളൊക്കെ അങ്ങനെയായിരുന്നു എന്നാണ് പറയുന്നത്. ഇപ്പോ അണുകുടുംബമായപ്പോൾ ഇത് എല്ലാം നമ്മളിൽ നിന്ന് പതുക്കെ പോയിക്കൊണ്ടിരിക്കുന്നു. അതിനെ നമ്മൾ വീണ്ടെടുക്കണം. ഈ അദ്വൈത അനുഭവത്തിൽ കൂടി അറിയിക്കണം.